അസർബൈജാന്റെ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഈ കോട്ട ഇന്നത്തെ രൂപത്തിലേക്ക് 18ാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയായിരുന്ന പനാഹ് അലിഖാനാണ് പുനർനിർമ്മിച്ചത്. മൈറാബേഡ് എന്നറിയപ്പെട്ട അർമീനിയൻ വംശജരുടെ ഗ്രാമമായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. മംഗോളുകളുടെ ആക്രമണത്തെ തുടർന്ന് 11ാം നൂറ്റാണ്ടിലാണ് മേഖലയിൽ നിന്നും അവർ ആദ്യമായി പലായനം ചെയ്തത്. പിന്നീട് അസ്കരാൻ ആദ്യം പേർഷ്യക്കാരുടെയും 14ാം നൂറ്റാണ്ടിൽ തുർക്കുകളുടെയും നിയന്ത്രണത്തിൽ വന്നതോടെ ശേഷിച്ച അർമേനിയൻ ക്രിസ്ത്യാനികളും പ്രദേശം വിട്ടുകൂടിപ്പോയി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ യുദ്ധങ്ങളുടെ കണക്കുകൾ അർമീനിയൻ സൈനികർ തീർത്തത് കോട്ടയുടെ ഗോപുരത്തിന്റെ മട്ടുപ്പാവിൽ കുഴിയുണ്ടാക്കി കക്കൂസായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അസർബൈജാന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കുക മാത്രമായിരുന്നു അതിലൂടെ അവർ ലക്ഷ്യമിട്ടത്. കോട്ടയിൽ നിന്നും ചെറിയൊരു ദൂരമേ കാൻകണ്ടി നഗരത്തിലേക്കുള്ളൂ. അതിമനോഹരമായൊരു ശില്പമാണ് അവിടെ എത്തുമ്പോൾ ആദ്യം സഞ്ചാരികളെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ മലകൾ ഞങ്ങൾ തന്നെയാണെന്ന പ്രഖ്യാപനവുമായി അർമേനിയൻ പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഈ താത്തിക് പാപ്പിക് ശില്പം സോവിയറ്റ് കാലത്ത് 1967 നിർമ്മിക്കപ്പെട്ടത്. കാരാബാക്ക് എന്ന മലമ്പ്രദേശത്തെ ജനങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതാണ് അഗ്നിപർവ്വതത്തിന്റെ ലാവ ഉറച്ചുണ്ടായ കല്ലുകളിൽ നിന്നും കൊത്തിയുണ്ടാക്കിയ ഈ ശില്പം. താത്തിക് പാപ്പിക് എന്നാൽ മുത്തച്ഛനും മുത്തശ്ശിയും എന്നാണ് അർമേനിയൻ ഭാഷയിലുള്ള അർത്ഥം. ഡേഡോ ബോബോ ശില്പം എന്നാണ് ഇതിനെ അസർബൈജാൻ ഭാഷയിൽ വിളിക്കുന്നത്. കാരാബാക്ക് പിടിച്ചടക്കിയതിനു ശേഷവും ഈ ശില്പത്തെ അസർബൈജാൻ എടുത്തു മാറ്റിയിട്ടില്ല. ഇതേ ശില്പത്തെ യൂറോവിഷൻ സംഗീത മത്സരവേദിയിൽ അർമേനിയ ഉപയോഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. അസർബൈജാന്റെ എതിർപ്പിനെ തുടർന്ന് മത്സര ഭാരവാഹികൾ ഈ ദൃശ്യം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. എങ്കിൽ കൂടിയും അർമേനിയക്കകത്ത് ഈ ശില്പം ഇപ്പോഴും അവരുടെ കറൻസികളിലും മറ്റ് ദേശീയ ചിഹ്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. ഡേഡോ ബാബോ ശില്പ